ആഞ്ഞടിച്ച് രാഹുൽ ഗാന്ധി. കേരള സർക്കാരിനെതിരെ ശക്തമായ വിമർശനങ്ങളാണ് കഴിഞ്ഞ ദിവസം കേരളത്തിലെത്തിയ രാഹുൽ ഗാന്ധി ഉന്നയിച്ചത്. നമ്മുടെ നാട്ടിലെ വിദ്യാർത്ഥികളുടെ ശബ്ദം കേൾക്കാനുള്ള ഒരു യാത്രയായിട്ടാണ് ഈ യാത്രയെ ഞാൻ കാണുന്നത്. To listen to the fear of the voice of the fishermen. നമ്മുടെ നാട്ടിലെ മത്സ്യത്തൊഴിലാളികളുടെ ശബ്ദത്തിലെ ജനങ്ങളോട് സംസാരിക്കവെയായിരുന്നു അദ്ദേഹം രൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിച്ചത്. അവര് നമ്മുടെ മത്സ്യത്തൊഴിലാളികൾ ആശങ്കയുള്ളവരാണ്, വഞ്ചിക്കപ്പെട്ടവരാണ്. അവരുടെ ശബ്ദത്തിലെ ഭയം കേൾക്കാൻ കൂടി വേണമാണ് നമ്മൾ ഈ യാത്ര ഉപയോഗിക്കേണ്ടത്. To listen to what our elders have to say. നമ്മുടെ മുതിർന്നവർക്ക് എന്ത് പറയണം, എന്താണ് അവർക്ക് പറയാനുണ്ടായിരുന്നത് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും ഇടതുപക്ഷത്തിനുമെതിരെ രൂക്ഷ വിമർശനമാണ് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്നത് ശ്രദ്ധേയമാണ്. അതും ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് വ്യക്തമായ ചുവടുവയ്പ് നടത്തുന്ന സാഹചര്യത്തിലാണ് രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തു നിന്നും രൂക്ഷമായ വിമർശനമുണ്ടാവുന്നത്. LDFിനൊപ്പമാണെങ്കിൽ എല്ലാ ജോലിയും ഉറപ്പാണ് എന്ന് രാഹുൽ പറഞ്ഞു. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല നയിക്കുന്ന ഐശ്വര്യ കേരള യാത്രയുടെ സമാപനം കുറിച്ചുള്ള ശംഖുമുഖം കടപ്പുറത്തെ കോൺഗ്രസിന്റെ സമ്മേളനത്തിലായിരുന്നു രാഹുലിന്റെ പരാമർശം. സംസ്ഥാനത്തെ തൊഴിൽ രഹിതർ ആശങ്കയിലാണ്. എന്തുകൊണ്ട് തൊഴിലിനായി സമരം ചെയ്യേണ്ടി വരുന്നുവെന്നും രാഹുൽ ഗാന്ധി ചോദിച്ചു. LDFിനൊപ്പമാണെങ്കിൽ എല്ലാ ജോലിയും ഉറപ്പാണ്, അല്ലെങ്കിൽ നിരാഹാരം കിടക്കണം. സമരം ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾ മരിച്ചാലും മുഖ്യമന്ത്രി ചർച്ചയ്ക്ക് തയ്യാറാകില്ല എന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. സ്വർണ്ണക്കടത്ത് കേസ് CPM BJP ധാരണയുണ്ട് എന്നും രാഹുൽ ആരോപിച്ചു. മത്സ്യത്തൊഴിലാളികൾക്കൊപ്പം കടൽ യാത്ര നടത്തിയ വയനാട് MP രാഹുൽ ഗാന്ധിയുടെ പ്രവർത്തനവും ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. കൊല്ലം വാടി കടപ്പുറത്തു നിന്നാണ് രാഹുൽ പുലർച്ചെ മത്സ്യത്തൊഴിലാളികൾക്കൊപ്പം കടലിലേക്ക് പോയത്. ബുധനാഴ്ച മത്സ്യത്തൊഴിലാളികളുമായി രാഹുൽ ഗാന്ധിയുടെ സംവാദ പരിപാടി നിശ്ചയിച്ചിട്ടുണ്ട്. ഇതിനു മുന്നോടിയായി അവർ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ നേരിട്ട് മനസ്സിലാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് രാഹുൽ ഗാന്ധി കടലിലേക്ക് യാത്ര നടത്തിയത്. പുലർച്ചെ 5 മണിക്കാണ് വാടി കടപ്പുറത്തു നിന്ന് രാഹുൽ ഗാന്ധി കടലിലേക്ക് പുറപ്പെട്ടത്. 7:45 തിരിച്ചെത്തിയ രാഹുൽ ഗാന്ധി ഹോട്ടലിലേക്ക് മടങ്ങുകയും ചെയ്തു. KC വേണുഗോപാൽ MP അടക്കമുള്ളവർ രാഹുൽ ഗാന്ധിക്കൊപ്പം കടൽ യാത്രയിൽ പങ്കെടുത്തു. രാവിലെ 1 മണിക്കൂറാണ് ബുധനാഴ്ച രാഹുൽ മത്സ്യത്തൊഴിലാളികളുമായി സംവദിച്ചത്. കൊല്ലം ജില്ലയിലെ വിവിധ ജില്ലകളിൽ നിന്നുള്ള 1000-ഓളം മത്സ്യത്തൊഴിലാളികളാണ് പരിപാടിയിൽ പങ്കെടുത്തത്. തിരുവനന്തപുരത്ത് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല നയിക്കുന്ന ഐശ്വര്യ കേരള യാത്രയുടെ സമാപന പരിപാടിയിൽ കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി പങ്കെടുത്തതിനു ശേഷമാണ് അദ്ദേഹം കൊല്ലത്തേക്ക് പോയത്. എന്തായാലും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് കോൺഗ്രസിന്റെ ചിട്ടയായ പ്രവർത്തനവും രാഹുൽ ഗാന്ധിയുടെ പ്രവർത്തനവുമൊക്കെ വലിയ രീതിയിലാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. എന്തായാലും അടുത്ത തെരഞ്ഞെടുപ്പിൽ കളം പിടിക്കാനാണ് കോൺഗ്രസിന്റെ ഭാവം. അതുകൊണ്ട് തന്നെ ചിട്ടയായ പ്രവർത്തനവും കരുതലോടെയുള്ള മുന്നോട്ടുപോക്കുമാണ് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഈ സാഹചര്യത്തിലാണ് PSC ഉദ്യോഗാർത്ഥികളുടെ സമരം സർക്കാരിനെതിരെ വലിയ രീതിയിൽ കൊടുങ്കാറ്റായി രൂപപ്പെടുന്നത്. ആ വിഷയത്തിലടക്കം രാഹുൽ ഗാന്ധി നിലപാട് വ്യക്തമാക്കുമ്പോൾ കേരളത്തിലെ ജനങ്ങൾ ഇക്കുറി കോൺഗ്രസിനൊപ്പം എന്ന് ഉറപ്പിക്കുകയാണ്. I really enjoy going to Kerala and I really love going to Wayanad. ഈയിടെ ഞാൻ യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ അമേരിക്കയിലെ കുറച്ച് കുട്ടികളോട് സംസാരിക്കുമ്പോൾ ഞാൻ അവരോട് പറയായിരുന്നു, കേരളത്തിൽ പോകുന്നത് ഞാൻ വളരെയധികം ആസ്വദിക്കുന്നു, അത് മാത്രമല്ല വയനാട്ടിൽ പോകുന്നത് ഞാൻ സ്നേഹിക്കുന്നു എന്ന് അമേരിക്കയിലെ കുട്ടികളോട് ഞാൻ പറയുകയുണ്ടായി. It is not just the affection, because affection of course is there, but it is the way you do your politics. അത് വെറും ഒരു സ്നേഹം മാത്രമല്ല, തീർച്ചയായിട്ടും സ്നേഹം അവിടെ ഉണ്ട്. പക്ഷെ അത് മാത്രമല്ല, നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്യുന്ന രീതി, നിങ്ങളുടെ ശൈലി, അതിനോടുള്ള ഇഷ്ടം കൂടിയാണ് കേരളത്തോടും വയനാടിനോടുമുള്ള എൻ്റെ സ്നേഹം. If I might say so, the intelligence with which you do your politics. ഞാൻ അങ്ങനെ പറയുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന രീതി, അത് മാത്രമല്ല നിങ്ങൾ എത്ര ബുദ്ധിപരമായാണ്, എത്ര ബുദ്ധിപൂർവ്വമാണ് നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുന്നതെന്നും അതിൻ്റെ ആ സ്നേഹത്തിന് കാരണമാണ്. So for me it has been a learning experience and a pleasure. എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു പഠന അനുഭവമാണ്, അത് മാത്രമല്ല വലിയ സന്തോഷവുമാണ് കേരളത്തിന്റെയും വയനാടിന്റെയും ഭാഗമാകുന്നത്. Today I want to tell you a little bit about the battle that is going on in our country and in this state. ഇന്ന് നിങ്ങളോട് നമ്മുടെ രാജ്യത്തും നമ്മുടെ സംസ്ഥാനത്തും നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധത്തെപ്പറ്റി, പോരാട്ടത്തെപ്പറ്റി നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. Of course I speak to the Congress worker, but I want to speak to everybody in Kerala.
തീർച്ചയായിട്ടും ഞാൻ കോൺഗ്രസ് പ്രവർത്തകരോട് സംസാരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കേരളത്തിലെ എല്ലാ മനുഷ്യരോടും സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. I want to speak to the students who are worried and cannot understand why they are unable to get a job. എനിക്ക് നമ്മുടെ നാട്ടിലെ വിദ്യാർത്ഥികളോട് സംസാരിക്കണം. അവർക്ക് വിഷമമുണ്ട്, അവർക്ക് പഠിക്കുന്നുണ്ട്, പക്ഷെ എന്തുകൊണ്ടാണ് തങ്ങൾക്ക് ജോലി കിട്ടുന്നില്ല എന്നതിനെപ്പറ്റി ആശങ്കാകുലരായിരിക്കുന്ന ഈ നാട്ടിലെ വിദ്യാർത്ഥികളോട് എനിക്ക് സംസാരിക്കണം. To the students who are wondering why they have to protest in front of the legislator. എനിക്ക് കേരളത്തിലെ വിദ്യാർത്ഥികളോട് സംസാരിക്കണം. അവർ ആശങ്കാകുലരായിരിക്കുകയാണ്. എന്തുകൊണ്ട് ഞങ്ങൾക്ക് ഈ സെക്രട്ടേറിയറ്റിന് മുൻപിൽ, നിയമസഭയ്ക്ക് മുൻപിൽ സമരം ചെയ്യണമെന്ന് ആലോചിക്കുന്ന കേരളത്തിലെ വിദ്യാർത്ഥികളോട് എനിക്ക് സംസാരിക്കണം. Also to the fishermen who, when they leave in the morning, suddenly read in the newspaper that their government is working to destroy their livelihood. അതുമാത്രമല്ല, എനിക്ക് കേരളത്തിലെ മത്സ്യത്തൊഴിലാളികളോട് സംസാരിക്കണം. രാവിലെ കടലിലേക്ക് ഇറങ്ങുമ്പോൾ അതിനുശേഷം പിന്നീട് എത്തുമ്പോൾ അവർ പത്രത്തിൽ വായിക്കുകയാണ് അവരുടെ ഗവൺമെന്റ്, അവരുടെ സംസ്ഥാന ഗവൺമെന്റ് അവരുടെ ഉപജീവന മാർഗം ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണെന്ന് മനസ്സിലാക്കുന്ന കേരളത്തിലെ മത്സ്യത്തൊഴിലാളികളോടും എനിക്ക് സംസാരിക്കണം. Instead of helping them, അവരെ സഹായിക്കുന്നതിന് പകരം അവരുടെ ഉപജീവന മാർഗം ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഗവൺമെന്റിനെ കുറിച്ച് ആകുലപ്പെടുന്നവരോട് എനിക്ക് സംസാരിക്കണം. Some days ago I made a speech in parliament where I said hum do hamare do. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ പാർലമെന്റിൽ ഒരു പ്രസംഗം നടത്തുകയുണ്ടായി. അതിൽ ഞാൻ പറഞ്ഞു, നാം രണ്ട്, നമുക്ക് രണ്ട്. Meaning 4 people are running the national government. അതിന്റെ അർത്ഥം എന്താണെന്ന് പറഞ്ഞാൽ 4 പേരാണ് ഈ രാജ്യത്തെ, ഈ കേന്ദ്ര ഗവൺമെന്റിനെ മുൻപോട്ട് കൊണ്ടുപോകുന്നത്. വെറും 4 പേരാണ്. Brothers and sisters, this country is too great, too big to be controlled by 4 people. എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഇന്ത്യ എന്ന് പറയുന്ന ഈ മഹാരാജ്യം 4 പേര് ഭരിക്കുന്നതിലുപരി, 4 പേർക്ക് നിയന്ത്രിക്കുന്നതിലൊക്കെ എത്രയോ ഉപരി വലുതാണ്, മഹത്തരമായ ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന ഈ രാജ്യം. And if we look towards Delhi, we find that step after step after step that the Prime Minister has taken is designed to weaken the fabric of our country. നിങ്ങൾ ഡൽഹിയിലേക്ക് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും, നമ്മുടെ പ്രധാനമന്ത്രി എടുക്കുന്ന ഓരോ നടപടിയും ഒന്നിനു പുറകെ ഒന്നൊന്നായി ഈ രാജ്യത്തിന്റെ നിർമ്മിതിയെ നശിപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളതാണെന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. Lakhs of crores of rupees are given to the wealthiest people. നമ്മുടെ രാജ്യത്തെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ ഈ രാജ്യത്തെ അതിസമ്പന്നരായ ആളുകൾക്കാണ് ഇന്ന് നൽകിക്കൊണ്ടിരിക്കുന്നത്. Every time you read the newspaper, the wealthiest are getting tax breaks. നിങ്ങൾ എപ്പോൾ പത്രം വായിച്ചാലും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഈ രാജ്യത്തിലെ ഏറ്റവും പണമുള്ള ആൾക്കാർക്ക്, അതിസമ്പന്നരായ ആൾക്കാർക്കാണ് നികുതി ഇളവുകൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. They did demonetization, took money from poor people's pockets. നോട്ട് നിരോധനം എന്നതിലൂടെ നമ്മുടെ രാജ്യത്തിലെ പാവങ്ങളുടെ പോക്കറ്റിൽ നിന്ന് പണം എടുക്കുകയുണ്ടായി. They did a GST, 5 different taxes, 28% tax, again for those same 4 or 5 people. അതുമാത്രമല്ല, നോട്ട് നിരോധനത്തിന് ശേഷം നടപ്പിലാക്കിയ GST, ചരക്ക് സേവന നികുതി 28% നികുതി, അതുപോലെ 5 വ്യത്യസ്തമായ നികുതികൾ, അതിലും നിന്ന് പാവങ്ങളുടെ കയ്യിൽ നിന്ന് പണമെടുത്ത് ഈ 4 ആളുകൾക്ക് വേണ്ടിയാണ് ചരക്ക് സേവന നികുതിയും അവർ നടപ്പിലാക്കിയത്. And then in Corona, when our workers with folded hands asked the Prime Minister for a railway ticket, for a bus ticket, the Prime Minister says no. അതുമാത്രമല്ല, ഈ കൊറോണ കാലത്ത് നമ്മുടെ തൊഴിലാളികൾ, കുടിയേറ്റ തൊഴിലാളികൾ നമ്മുടെ പ്രധാനമന്ത്രിയോട് റെയിൽവേ ടിക്കറ്റിന് വേണ്ടി ചോദിച്ചു, ബസ് ടിക്കറ്റിന് വേണ്ടി ചോദിച്ചു. പക്ഷേ നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞ മറുപടി നോ, ഇല്ല എന്നതായിരുന്നു പ്രധാനമന്ത്രിയുടെ മറുപടി. He is not ready to give our workers 300 rupees, but he gives 1,50,000 crore rupees to the richest business people. At the same time, നമ്മുടെ രാജ്യത്തെ സാധാരണ തൊഴിലാളികൾക്ക് 300 രൂപ കൊടുക്കാൻ നരേന്ദ്രമോദി തയ്യാറല്ല. പക്ഷേ ഈ പറയുന്ന അതിസമ്പന്നരായ ആളുകൾക്ക് 1,50,00,000 രൂപയുടെ ഇളവുകൾ നൽകാൻ അതേ സമയം തന്നെ അദ്ദേഹം തയ്യാറാവുകയാണ്. over the last 6 years, the backbone, the job creation backbone of this country has been broken. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ 6 വർഷങ്ങളായി തൊഴിൽ ഉൽപാദനം നടത്തേണ്ട, രാജ്യത്ത് തൊഴിലുണ്ടാക്കേണ്ട ഈ രാജ്യത്തിന്റെ നട്ടെല്ല് പൂർണ്ണമായി തകർക്കപ്പെട്ടിരിക്കുകയാണ്. Smashed into pieces. അതിനെ കഷ്ണങ്ങളായി നുറുക്കി പൊടിച്ചു കളഞ്ഞിരിക്കുകയാണ്. Who are the people who give India jobs? ആരാണ് ഇന്ത്യക്ക് തൊഴിൽ നൽകുന്ന ആളുകൾ?
small businesses, middle-sized businesses, shopkeepers, farmers. These are the people that give this great country jobs. ചെറിയ വ്യാപാരികൾ, ചെറിയ കച്ചവടക്കാർ, ഇടത്തരം കച്ചവടക്കാർ, കർഷകർ എന്നീ ആളുകളാണ് ഈ രാജ്യത്ത് തൊഴിൽ ഉൽപ്പാദിപ്പിക്കുന്നത്. Young entrepreneurs, they give this country jobs. ചെറിയ യുവാക്കളായ സംരംഭകർ അവരാണ് ഈ രാജ്യത്ത് തൊഴിൽ ഉൽപ്പാദിപ്പിക്കുന്നത്. And over the last 5 years, a systematic campaign to take away what belongs to them and give it to the richest in the land. അതുമാത്രമല്ല കഴിഞ്ഞ 6 വർഷങ്ങളായി വളരെ ആസൂത്രിതമായ വ്യവസ്ഥാപിതമായ ഒരു പ്രചരണം അവരുടെയൊക്കെ ഈ പറയുന്ന കർഷകരുടെയും ചെറുകിട തൊഴിലാളികളുടെയും കച്ചവടക്കാരുടെയൊക്കെ കയ്യിലുള്ള സമ്പത്തെടുത്ത് അത് ഈ രാജ്യത്തെ ഏറ്റവും അതിസമ്പന്നരായ ആളുകൾക്ക് നടക്കുന്ന വ്യവസ്ഥാപിതമായ ആസൂത്രിതമായ ഒരു പദ്ധതിയും പ്രചരണവുമാണ് ഈ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. Ask any small businessman, ask any middle-sized businessman, ask any farmer whether demonetization helped him, whether GST helped him. And they will all answer in one voice, no, they did not. നിങ്ങൾ ഈ നാട്ടിലെ ഏതെങ്കിലും ഒരു ചെറുകിട കച്ചവടക്കാരോട്, ഇടത്തരം കച്ചവടക്കാരനോട്, ഒരു കർഷകനോട് ചോദിക്കുക, നോട്ട് നിരോധനം കൊണ്ട് അവർക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടായിട്ടുണ്ടോ? GST കൊണ്ട് അവർക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടായിട്ടുണ്ടോ? ഒരാശങ്കയുമില്ലാതെ ഒറ്റ ശബ്ദത്തിൽ അവർ മറുപടി പറയും, ഇല്ല, നോട്ട് നിരോധനം കൊണ്ടും GST കൊണ്ടും ഞങ്ങൾക്ക് ഒരു പ്രയോജനം ഉണ്ടായിട്ടില്ല എന്ന് അവർ മറുപടി പറയും. And now they have passed 3 new farm laws. അതുമാത്രമല്ല ഇപ്പോൾ അവർ 3 കർഷക ബില്ലുകൾ നടപ്പിലാക്കിയിട്ടുണ്ട്, കർഷക നിയമങ്ങൾ നടപ്പിലാക്കിയിട്ടുണ്ട്. The first one to destroy farmers' markets. ആദ്യത്തെ നിയമം എന്ന് പറയുന്നത് കർഷകരുടെ ചന്തകൾ അതിനെ ഇല്ലാതാക്കുന്നതാണ്. The second one to allow the biggest businesses in the country to hoard as much grain, as much vegetable, as much fruit as they want. രണ്ടാമത്തെ നിയമം എന്ന് പറയുന്നത് ഈ രാജ്യത്തെ ഏറ്റവും വലിയ വ്യവസായികളെ അവർക്ക് ആഗ്രഹിക്കുന്ന അളവിലുള്ള പഴങ്ങളും പച്ചക്കറികളും ധാന്യങ്ങളും സംഭരിക്കാൻ പ്രാപ്തമാക്കുന്നതാണ് രണ്ടാമത്തെ കർഷക നിയമം. To allow unlimited hoarding. അളവില്ലാത്ത പൂഴ്ത്തിവെപ്പ്, അളവില്ലാത്ത സംഭരണം സാധ്യമാക്കാൻ ഈ രാജ്യത്തെ വ്യവസായികളെ, അതിസമ്പന്നരായ വ്യവസായികളെ പ്രാപ്തരാക്കുന്നതാണ് രണ്ടാമത്തെ കർഷക നിയമം. These 2 laws, they are designed to control the price of grain, of vegetables and rice. ഈ 2 നിയമങ്ങളും ഈ രാജ്യത്തെ പഴങ്ങളുടെയും പച്ചക്കറികളുടെയും ധാന്യങ്ങളുടെയും വിലയെ നിയന്ത്രിക്കുവാൻ വേണ്ടി അവർ കൊണ്ടുവന്നിട്ടുള്ള നിയമങ്ങളാണ്. And they have only one aim. Their aim is to make sure the farmer does not get the right price for his grain, for his vegetable and for his fruit. അവർക്ക് ഒറ്റ ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ. ആ ലക്ഷ്യം എന്താണ്? നമ്മുടെ നാട്ടിലെ കർഷകർക്ക് അവരുടെ പച്ചക്കറികൾക്ക്, പഴങ്ങൾക്ക്, ധാന്യങ്ങൾക്ക് കൃത്യമായ വില ലഭിക്കുന്നില്ല എന്ന് ഉറപ്പാക്കുക. That everybody, middle class people, farmers, workers, laborers have to pay more for their food. അതുമാത്രമല്ല ഈ നാട്ടിലെ എല്ലാവർക്കും, മധ്യവർഗത്തിൽപ്പെടുന്ന ആളുകൾ, വ്യവസായികൾ, കർഷകർ എല്ലാവർക്കും ധാരാളം പൈസ, ഇതുവരെ കൊടുത്തതിൽ നിന്ന് കൂടുതലായിട്ടുള്ള തുക നമ്മളുടെ ഭക്ഷണത്തിന് വേണ്ടി ചെലവാക്കേണ്ടി വരും. And the third law is the most interesting. It says simply that if a farmer wants to contest his price, he cannot do so in a court of law. ഏറ്റവും രസമുള്ളതാണ്, ഏറ്റവും താല്പര്യം ഉണ്ടാക്കുന്നതാണ് മൂന്നാമത്തെ ലോ. അത് വളരെ ലളിതമായിട്ട് പറയുന്നു, ഒരു കർഷകന് വിലയെപ്പറ്റി എന്തെങ്കിലും തർക്കമുണ്ടെങ്കിൽ, വിലയെപ്പറ്റി എന്തെങ്കിലും എതിരഭിപ്രായമുണ്ടെങ്കിൽ ആ കർഷകന് കോടതിയിലേക്ക് പോകാൻ സാധിക്കുകയില്ല. So the first 2 laws destroy the agricultural system, and the third law says that the farmer cannot get justice. ആദ്യത്തെ 2 നിയമങ്ങൾ നമ്മുടെ കാർഷിക വ്യവസ്ഥയെ പരിപൂർണമായി ഇല്ലാതാക്കുന്നു. മൂന്നാമത്തെ നിയമം പറയുന്നു കർഷകന്, ഈ നാട്ടിലെ കർഷകന് നീതി ലഭിക്കാൻ സാധ്യതയില്ല, നീതി ലഭിക്കരുത് എന്ന് മൂന്നാമത്തെ നിയമം പറയുന്നു. And that is why lakhs and lakhs of farmers are protesting in this country. അതുകൊണ്ടാണ് ഈ നിയമങ്ങൾക്കെതിരെയാണ് ലക്ഷക്കണക്കിന് കർഷകർ ഈ രാജ്യത്ത് പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുന്നത്. And what does the Prime Minister say? He says they are terrorists. എന്താണ് കർഷകർ പ്രതിഷേധിക്കുമ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി എന്താണ് പറയുന്നത്? പ്രധാനമന്ത്രി പറയുന്നു ഈ രാജ്യത്തെ കർഷകർ ഭീകരവാദികളാണെന്ന്. I fight the BJP. I fight the ideology of the RSS every single day. ഞാൻ BJPക്കെതിരെ പോരാടുന്നു. RSS പ്രത്യയശാസ്ത്രത്തിനെതിരെ ഓരോ ദിവസവും ഞാൻ പോരാടുന്നു. Every step I take, I'm telling you, every step I take, the BJP attacks me. ഞാൻ മുൻപോട്ടെടുക്കുന്ന ഓരോ പടിക്കും, എന്റെ ഓരോ കാൽവെപ്പിനും RSSനെയും BJPയെയും എതിരിട്ടുകൊണ്ട് ഞാൻ മുൻപോട്ട് പോകുന്ന ഓരോ നിമിഷവും BJPയും RSSും എന്നെ ബുദ്ധിമുട്ടിക്കുന്നു. Right now they are watching this speech and they're saying, okay, what is it that we can say to attack him?
ഇപ്പോ ഞാൻ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്റെ പ്രസംഗം അവർ കേട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അവർ ആലോചിക്കുകയാണ് അദ്ദേഹത്തെ ആക്രമിക്കാൻ ഞങ്ങൾക്ക് ഇപ്പൊ എന്താണ് പറയാൻ സാധിക്കുന്നതെന്ന്. So there's one thing I don't understand. എനിക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു കാര്യമുണ്ട്. Why is it that the cases that are there against the left front government, against a person who works in the chief minister's office, are progressing so slowly? എനിക്ക് ഒരു കാര്യം മനസ്സിലാവുന്നില്ല. എന്നെ ഓരോ നിമിഷവും അവർ ആക്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഇടതുപക്ഷ ഗവൺമെന്റിനെതിരെയുള്ള മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ജോലി ചെയ്യുന്ന ഒരാൾക്കെതിരെയുള്ള കേസുകൾ ഇങ്ങനെ ഇഴഞ്ഞിഴഞ്ഞു പോകുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. Why is it taking so long? എന്തുകൊണ്ടാണ് ഇത് ഇത്ര കാലം എടുക്കുന്നത്? Why is the CBI, the ED, all these other institutions not attacking the left front? എന്തുകൊണ്ടാണ് CBI, ED, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പോലെയുള്ള സ്ഥാപനങ്ങൾ ഇടതുപക്ഷ ഗവൺമെന്റിനെ ആക്രമിക്കാത്തത്? I am a bit confused about this. എനിക്ക് ഇതിനെപ്പറ്റി ഒരു വലിയ ആശയക്കുഴപ്പമുണ്ട്. Because I know when you fight the BJP attacks you all the time, 24 hours a day. കാരണം എനിക്കറിയാം, നിങ്ങൾ BJP എതിരിട്ടാൽ, BJPക്കെതിരെ സംസാരിച്ചാൽ 24 മണിക്കൂറും BJP നിങ്ങളെ ആക്രമിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. There is only one reason the BJP is going slow on these cases. BJP എന്തുകൊണ്ടാണ് ഈ കേസുകളെ പറ്റി വളരെ പതുക്കെ സാവധാനം മെല്ലെ പോകുന്നത്? അതിനൊറ്റ കാരണം മാത്രമേ ഉള്ളൂ. You can figure out what that reason is. ആ കാരണം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. The most dynamic state of Kerala has its youngsters wondering why they can't get jobs. കേരളത്തിലെ ഏറ്റവും ഊർജ്ജസ്വലരായ, കേരളത്തിന്റെ ഊർജ്ജസ്വലതയ്ക്ക് ഒരു പ്രധാന കാരണം ഇവിടുത്തെ ചെറുപ്പക്കാരാണ്. ഞാൻ അത്ഭുതപ്പെടുകയാണ് എന്തുകൊണ്ടാണ് അവർക്ക് ജോലി കിട്ടാൻ സാധിക്കാത്തത്. Dynamic state with the most brilliant youngsters, and they are asking themselves, why is it that we can't get a job? ഏറ്റവും അധികം ഊർജ്ജസ്വലമായ ഒരു സംസ്ഥാനം, വളരെ ബുദ്ധിയുള്ള, ബ്രില്യൻ്റ് ആയിട്ടുള്ള, ഏറ്റവും കഴിവുള്ള, സാമർഥ്യമുള്ള ചെറുപ്പക്കാരുടെ ഒരു സംസ്ഥാനം. പക്ഷെ അവർ സ്വയം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് ജോലി കിട്ടാത്തത്. The left front said they will make Kerala perfect. ഇടതുപക്ഷ ഗവൺമെന്റ് പറയുന്നത് അവർ കേരളത്തെ മനോഹരമാക്കും, പൂർണ്ണമാക്കും, പെർഫെക്റ്റ് ആക്കും, ഏറ്റവും മികച്ചതാക്കും. Question is, perfect for whom? ചോദ്യം ഇതാണ്, ആർക്കു വേണ്ടിയാണ് മികച്ചത്? Perfect for the people of Kerala or perfect for the left organization? കേരളത്തെ ഏറ്റവും മികച്ചതാക്കും, കേരളത്തിൽ എല്ലാം ശരിയാക്കും എന്ന് പറയുമ്പോൾ ചോദ്യം ചോദിക്കേണ്ടതുണ്ട്, ആർക്കു വേണ്ടി? കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയോ അതോ ഇടതുപക്ഷ സംഘടനയ്ക്കും പാർട്ടിക്കും വേണ്ടിയോ? If you're one of their people, every single job is available to you. നിങ്ങൾ അവരുടെ ഒരാളാണെങ്കിൽ, ഇടതുപക്ഷ പ്രസ്ഥാനത്തിൽപ്പെടുന്ന ഒരാളാണെങ്കിൽ ഇവിടുത്തെ എല്ലാ ജോലിയും നിങ്ങൾക്ക് ലഭ്യമാണ്. If you carry their flag, any amount of smuggling of gold is allowed. നിങ്ങൾ അവരുടെ കൊടി പിടിക്കുകയാണെങ്കിൽ ഏതളവ് വരെ സ്മഗ്ലിംഗ്, സ്വർണ്ണക്കള്ളക്കടത്തും അനുവദിക്കാം. You can sit in the chief minister's office and do that job. നിങ്ങൾക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസിലിരുന്ന് ആ ജോലി ചെയ്യാൻ പറ്റും. But if you are a young Keralite, then you have to protest and shout and scream to try and get your right. പക്ഷേ ഇതൊന്നുമല്ലാതെ കൊടി പിടിക്കാത്ത ഒരു ചെറുപ്പക്കാരിയായ മലയാളിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് സെക്രട്ടേറിയറ്റിന്റെ മുൻപിലിരുന്ന് ഉറക്കെ നിലവിളിക്കണം, അവിടെ ഉറങ്ങണം, നിങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി അവിടെ ഇരുന്ന് പോരാടേണ്ടി വരും. Then there is only one way to fight nepotism. It is called a hunger strike. അങ്ങനെ വരുമ്പോൾ സ്വജന പക്ഷപാതത്തെ എതിരിടാൻ ഒറ്റ വഴിയേ ഉള്ളൂ, അതാണ് നിരാഹാര സത്യാഗ്രഹം. Then the chief minister does not care if you die, he is not going to come and speak to you. നിരാഹാര സത്യാഗ്രഹം കിടക്കുന്നവർ മരിക്കാൻ പോയാലും നമ്മുടെ മുഖ്യമന്ത്രിക്ക്, ഇവിടുത്തെ മുഖ്യമന്ത്രിക്ക് അതിനെപ്പറ്റി യാതൊരു ആകുലതയുമില്ല. അദ്ദേഹം നിങ്ങളോട് വന്ന് സംസാരിക്കാനും പോകുന്നില്ല. Why? Because you're not a left front worker. എന്തുകൊണ്ടാണ്? കാരണം നിരാഹാരം സത്യാഗ്രഹം കിടക്കുന്നവരും മരിക്കാൻ പോകുന്നവരും ഇടതുപക്ഷ സംഘടനകൾ പ്രവർത്തിക്കുന്നവരല്ല എന്ന ഒറ്റ കാരണം കൊണ്ട്. I guarantee you, if those youngsters were left front workers,
the chief minister would be sitting there talking to them right now. ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു, ഉറപ്പായിട്ട് എനിക്ക് പറയാൻ സാധിക്കും, അവിടെ നിരാഹാരം ഇരിക്കുന്നവർ, സമരം ഇരിക്കുന്നവർ ഇടതുപക്ഷ മുന്നണിയിൽപ്പെട്ടവരായിരുന്നെങ്കിൽ, ഇടതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ഭാഗമായിരുന്നെങ്കിൽ മുഖ്യമന്ത്രി അവിടെ വന്നിരുന്ന് അവരോട് തീർച്ചയായും സംസാരിച്ചിരുന്നിരിക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. Giving them every single job that they don't deserve. അവർക്ക് അത് മാത്രമല്ല, അവരോട് സംസാരിക്കാൻ മാത്രമല്ല, അവർക്ക് അർഹതയില്ലാത്ത ഓരോ ജോലിയും അദ്ദേഹം കൊടുത്തിരുന്നിരിക്കും. And when the Congress workers and the people of Kerala try to fight non-violently, you beat them and you kill them. അത് മാത്രമല്ല, കേരളത്തിലെ ജനങ്ങൾ, കോൺഗ്രസ് പ്രവർത്തകർ ഇതിനെയൊക്കെ അഹിംസാത്മകമായി അക്രമമില്ലാതെ പോരാടുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യുന്നത്? നിങ്ങൾ അവരെ മർദ്ദിക്കുന്നു, നിങ്ങൾ അവരെ കൊല്ലുന്നു. Don't worry, there are many Congress workers who will continue to fight you. You can kill as many of us as you want. അത് ഒന്ന് ഓർക്കണം, ഇവിടെ ധാരാളം കോൺഗ്രസ് പ്രവർത്തകരുണ്ടാവും നിങ്ങൾക്കെതിരെ പോരാടാൻ. അവർ ആ പോരാട്ടം തുടർന്നുകൊണ്ട് തന്നെ ഇരിക്കും. We are not scared of your violence. ഞങ്ങൾ ഒരിക്കലും നിങ്ങളുടെ അക്രമത്തെയും ഹിംസയും We are not scared of your methods. നിങ്ങളുടെ രീതി, നിങ്ങളുടെ അക്രമത്തിന്റെ രീതി, അത് ഞങ്ങൾക്ക് അല്പം പോലും പേടിയില്ല. But we will never use them. പക്ഷേ ഞങ്ങൾ ഒരിക്കലും ഈ നിങ്ങളുടെ അക്രമത്തിൻ്റെതായ പാത ഞങ്ങൾ ഉപയോഗിക്കില്ല. So that is the broad situation in the state. അതാണ് ഈ സംസ്ഥാനത്തെ നമ്മൾ വിശദമായി പറയുന്ന ഇവിടുത്തെ ഒരു സാഹചര്യം. അതാണ് we are building a people's manifesto. നമ്മൾ ജനങ്ങളുടേതായ ഒരു പ്രകടന പത്രിക ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. It is not a UDF manifesto. It is a manifesto of the people of Kerala. അത് UDFന്റെ പ്രകടന പത്രികയല്ല, മറിച്ച് കേരളത്തിലെ ജനങ്ങളുടെ പ്രകടന പത്രികയാണ്. We are meeting thousands and thousands of people, asking them what they want the UDF government to do for them. നമ്മൾ ആയിരക്കണക്കിന് ആളുകളെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവരോട് ചോദിക്കുകയാണ്, UDF ഗവൺമെന്റ് നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്ന് കേരളത്തിലെ ആയിരക്കണക്കിന് ജനങ്ങളെ കണ്ട് അവരോട് നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. And you are telling us what you want us to do. അപ്പോൾ നിങ്ങൾ ഞങ്ങളോട് മറുപടി പറയുകയാണ്, ഞങ്ങൾ എന്ത് ചെയ്യണം എന്ന് നിങ്ങൾ എന്ത് ആഗ്രഹിക്കുന്നു അത് നിങ്ങൾ ഞങ്ങളോട് പറയുകയാണ്. In some time you will see the result of this work that we have done. കുറച്ചു കാലത്തിൽ നിങ്ങൾക്ക് ഇതിന്റെ ഒരു പരിണിത ഫലം എന്താണ്, ഇതിന്റെ ഫലം എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. You will have a document that we can all be proud of, and it will contain the voice of the people of Kerala. ഈ പ്രക്രിയയുടെ ഭാഗമായിട്ട് കുറച്ചു കാലം കഴിയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അഭിമാനിക്കാവുന്ന ഒരു രേഖ, കേരളത്തിന്റെ വികസനത്തിൽ ഊന്നൽ കൊടുത്തിട്ടുള്ള ഒരു പ്രകടന പത്രിക നമുക്കുണ്ടാവും. അത് പ്രതിനിധാനം ചെയ്യുന്നത് കേരളത്തിലെ ജനങ്ങളുടെ ശബ്ദത്തെ ആയിരിക്കും. In that document will be the idea of Nyay, a minimum amount of money that we will guarantee to all our people. ആ പ്രകടന പത്രികയിൽ ന്യായ പദ്ധതി എന്ന് പറയുന്ന ആശയം ഉണ്ടായിരിക്കും. ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഞങ്ങൾ കൊടുക്കാൻ ആഗ്രഹിക്കുന്ന അടിസ്ഥാന വേതനത്തിനെ പറ്റിയുള്ള ആശയം കൃത്യമായി ആ പ്രകടന പത്രികയിൽ ഉണ്ടാവും. There will be a line that will speak about cashless treatment for our people. അതിലൊരു വരി ഉണ്ടാവും, ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റ്, പൈസ കൊടുക്കാത്ത ചികിത്സയെ പറ്റി സംസാരിക്കുന്ന ഒരു വരി ആ പ്രകടന പത്രികയിൽ ഉണ്ടാവും. There will be a line that will speak about insurance for everybody. എല്ലാവർക്കും ഇൻഷുറൻസ് എന്ന് പറയുന്ന ഒരു വരി ആ പ്രകടന പത്രികയിൽ ഉണ്ടാവും. And I guarantee you, there will be no line in that manifesto that will say, we will work with people who are trying to destroy the lives of fishermen. ഒരു കാര്യം നിങ്ങൾക്ക് ഉറപ്പ് നൽകാൻ സാധിക്കുന്നു, ആ പ്രകടന പത്രികയിൽ ഒരിക്കലും ഈ നാട്ടിലെ മത്സ്യത്തൊഴിലാളികളുടെ ജീവിതം ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ആളുകളോട് ചേർന്ന് ഞങ്ങൾ പ്രവർത്തിക്കും എന്ന് പറയുന്ന ഒരു വരി ആ പ്രകടന പത്രികയിൽ ഒരിക്കലും ഉണ്ടാവില്ല. There will be no line over there that will say we are going to destroy the lives of the farmers like our prime minister is trying to do. ആ പ്രകടന പത്രികയിൽ ഞങ്ങൾ ഈ നാട്ടിലെ കർഷകരുടെ ജീവിതം നശിപ്പിക്കാൻ പോവുകയാണെന്ന് നമ്മുടെ നാട്ടിലെ പ്രധാനമന്ത്രി പറയുന്നത് പോലെയുള്ള ഒരു വരി ആ പ്രകടന പത്രികയിൽ And there will be ഉണ്ടാവില്ല. no line in our manifesto that will say that everything we do is for our organization. ആ പ്രകടന പത്രികയിൽ ഒരിക്കലും ഒരു വരി ഉണ്ടാവില്ല, ഞങ്ങൾ ചെയ്യുന്നതെല്ലാം ഞങ്ങളുടെ സംഘടനയ്ക്ക് വേണ്ടിയാണ് ചെയ്യുന്നത് എന്ന് പറയുന്ന ഒരു വരി ആ പ്രകടന പത്രികയിൽ ഒരിക്കലും ഉണ്ടാകില്ല എന്ന് ഞാൻ ഉറപ്പ് നൽകുന്നു. And it is going to be our commitment to make sure that what we promise we do for you.
അത് മാത്രമല്ല, ഞങ്ങൾ നിങ്ങൾക്ക് എന്ത് വാഗ്ദാനം നൽകുന്നുവോ അത് ഞങ്ങൾ തീർച്ചയായും നടപ്പിലാക്കിയിരിക്കും എന്ന് കേരളത്തിലെ ജനങ്ങളോടുള്ള പ്രതിബദ്ധത ഞങ്ങൾ പറയുന്ന ഒരു മാനിഫെസ്റ്റോ ആയിരിക്കും, പ്രകടന പത്രികയായിരിക്കും അത്. It is not going to be empty words, it is going to be a guarantee. അത് ഒരിക്കലും പൊള്ളയായ വാക്കുകളും വാഗ്ദാനങ്ങളും ആയിരിക്കില്ല, അത് ഞങ്ങൾ നിങ്ങൾക്ക് നൽകുന്ന ഉറപ്പുകളായിരിക്കും. Finally, I would like to mention one last thing, which is possibly the most important thing. അവസാനമായിട്ട് ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു, പക്ഷേ അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവുമായിരിക്കാം. I spoke about how both the state government and the central government are weakening the common man. ഞാൻ നിങ്ങളോട് പറഞ്ഞു എങ്ങനെയാണ് നമ്മുടെ ഈ കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും സാധാരണ മനുഷ്യരെ, നമ്മുടെ നാട്ടിലെ സാധാരണ മനുഷ്യരെ ദുർബലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതെന്ന്. Destroying small and medium businesses, destroying shopkeepers, destroying farmers. നമ്മുടെ ചെറുകിട ഇടത്തരം വ്യവസായങ്ങളെ, നമ്മുടെ കർഷകരുടെ, നമ്മുടെ കച്ചവടക്കാരെയൊക്കെ എങ്ങനെയാണ് ഈ രണ്ട് ഗവൺമെന്റുകളും ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. I want you to ask yourself a simple question. ഞാൻ നിങ്ങളോട് സ്വയം ഒരു ലളിതമായ ചോദ്യം സ്വയം ചോദിക്കാൻ ആവശ്യപ്പെടുകയാണ്. The price of oil internationally is down, is falling. നിങ്ങൾക്കറിയാം, ഇന്ധനവില അന്തർദേശീയ തലത്തിൽ താഴ്ന്നുകൊണ്ടിരിക്കുകയാണ്, കുറവാണ്. But the price of petrol and diesel in India keeps going up. പക്ഷേ ഇന്ത്യയിൽ പെട്രോളിന്റെയും ഡീസലിന്റെയും വില അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. Thousands and thousands of crores of rupees are being taken from your pockets every single day. ഓരോ ദിവസവും നിങ്ങളുടെ പോക്കറ്റുകളിൽ, നിങ്ങളുടെ എല്ലാവരുടെയും പോക്കറ്റുകളിൽ നിന്ന് ആയിരക്കണക്കിന് കോടിക്കണക്കിന് രൂപ എടുത്തുകൊണ്ടിരിക്കുകയാണ്. From the pockets of farmers, from our youth, from our sisters, from our mothers. Thousands and thousands of crores are being taken away by the governments. നമ്മുടെ കർഷകരിൽ നിന്ന്, നമ്മുടെ ചെറുപ്പക്കാരിൽ നിന്ന്, നമ്മുടെ അമ്മമാരിൽ നിന്ന്, നമ്മുടെ സഹോദരിമാരിൽ നിന്ന് ആയിരക്കണക്കിന് രൂപ അനുദിനം അവരുടെ പോക്കറ്റുകളിൽ നിന്ന് നമ്മുടെ ഗവൺമെന്റുകൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. Where is this money going? ഈ പൈസ എവിടേക്കാണ് പോകുന്നത്? To whom is this money being given? ഈ പൈസ ആർക്കാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്? It is going to the richest people in the land. അത് ഈ പൈസ നിങ്ങളുടെ പോക്കറ്റുകളിൽ നിന്ന് അനുദിനം എടുത്തുകൊണ്ടിരിക്കുന്ന ഈ പൈസ ഈ രാജ്യത്തെ ഏറ്റവും വലിയ പണക്കാരുടെ കയ്യിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. Every single day when you go and fill fuel in your scooter, in your tractor, in your car, remember this, that your governments, both the state government and the central government, are taking money from your pocket and giving it to the richest people in the country. ഓരോ ദിവസവും നിങ്ങൾ പെട്രോൾ പമ്പിൽ നിങ്ങളുടെ സ്കൂട്ടറിൽ ഇന്ധനം നിറയ്ക്കാൻ, പെട്രോൾ അടിക്കാൻ, ട്രാക്ടറിൽ പെട്രോൾ അടിക്കാൻ, കാറിൽ പെട്രോൾ അടിക്കാൻ പോകുമ്പോൾ ഓർക്കുക, നിങ്ങളുടെ പോക്കറ്റിൽ നിന്ന് പൈസ എടുത്തുകൊണ്ട് കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ ഈ രാജ്യത്തെ ഏറ്റവും വലിയ പണക്കാർക്ക് നിങ്ങളുടെ പൈസ കൊടുത്തുകൊണ്ടിരിക്കുകയാണെന്നുള്ളത് ഓരോ ദിവസവും ഓരോ പ്രാവശ്യവും നിങ്ങൾ ഓർക്കുക. This is the politics that we are trying to change. ഈ രാഷ്ട്രീയത്തെയാണ് ഞങ്ങൾ മാറ്റാൻ ശ്രമിക്കുന്നത്. We want to go to a politics that works for poor people. ഞങ്ങളുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത്, ഞങ്ങൾ നിങ്ങളുടെ മുൻപിൽ കൊണ്ടുവരുന്ന രാഷ്ട്രീയം എന്ന് പറയുന്നത് ഈ രാജ്യത്തെ സാധാരണക്കാർക്ക്, ദരിദ്രർക്ക് ഉപയോഗപ്രദമാകുന്ന ഒരു രാഷ്ട്രീയത്തെ കുറിച്ചാണ് ഞങ്ങൾ നിങ്ങളോട് സംസാരിക്കുന്നത്. Not for our organization or for the richest people in the country. ഒരിക്കലും ഞങ്ങളുടെ സംഘടനയ്ക്ക് വേണ്ടിയുള്ള രാഷ്ട്രീയമല്ല അത്. ഈ രാജ്യത്തെ അതിസമ്പന്നരായ ആളുകൾക്ക് വേണ്ടിയുള്ള രാഷ്ട്രീയമല്ല അത്. ഈ രാജ്യത്തെ ദരിദ്രർക്ക് വേണ്ടിയുള്ള രാഷ്ട്രീയമാണത്. That is the difference between us and our opponents. അതാണ് നമ്മളും നമ്മളുടെ എതിരാളികളും തമ്മിലുള്ള വ്യത്യാസം. I'd like to thank all of you for coming here this evening. ഇവിടെ വന്നതിന് നിങ്ങളോട് എല്ലാവരോടുമുള്ള നന്ദി അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. And I'm very confident that all the workers and leaders of the UDF are going to make sure that we sweep the election in Kerala and form a government of the people. Thank you. എനിക്ക് ആത്മവിശ്വാസമുണ്ട്, UDFന്റെ എല്ലാ പ്രവർത്തകരും എല്ലാ നേതാക്കളും ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഈ വരുന്ന അസംബ്ലി ഇലക്ഷനിൽ നമ്മൾ ഇവിടെ തൂത്തുവാരി കേരളത്തിൽ UDFന്റെ ഗവൺമെന്റ് ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ എനിക്ക് ആത്മവിശ്വാസമുണ്ട്. നന്ദി. ജയ് ഹിന്ദ്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക.